ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നിവിടെ ഹസ്കിൻസിൻ്റെ ഗാർഡനിൽ വന്നപ്പം ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഞാനൊരു ലൈവ് ഇട്ടു, പക്ഷേ ഇവിടെ എനിക്കൊന്ന് റേഞ്ച് കുറവായതുകൊണ്ട് ലൈവ് പോകുന്നില്ല. ഇത് കണ്ടോ, ഓരോരോ ഡെക്കറേഷൻസ് കണ്ടോ. ഇതിപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും. റെയിൻഡിയറൊക്കെ ഉണ്ട്, പല കളേഴ്സിലുണ്ട്. അതുപോലെ തന്നെ കൗതുകമാർന്ന ഡെക്കറേഷൻസും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ക്രിസ്മസ് ട്രീസ് ആണേ. നോക്കിയേ, ഫുൾ ഓഫ് ക്രിസ്മസ് ട്രീ. ഇത് ഒറിജിനലാണ് കേട്ടോ, ഒറിജിനൽ ക്രിസ്മസ് ട്രീ ആണിത് മൊത്തം. ഇതിൻ്റെ ഹൈറ്റും അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ പ്രൈസ് ഇവരിടുന്നത്. ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 34.99, ഒരു 35 പൗണ്ട്. നമ്മുടെ നാട്ടിലൊരു അറൗണ്ട് 4000 രൂപ. കാണാൻ നല്ല ഭംഗിയാണ്. ഇത് കുറേ നാൾ നിൽക്കും കേട്ടോ. ഇംഗ്ലീഷുകാരൊക്കെ വാങ്ങിച്ചു വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്, നമ്മളിതുവരെയായിട്ടും വാങ്ങിച്ചിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ. ശരിക്കും നമ്മുടെ ഒരു തോട്ടത്തിൽ നിൽക്കുന്ന പോലെ ഉണ്ടല്ലേ. അത് കഴിഞ്ഞിട്ട് ഇത് എനിക്കൊന്ന് കുറച്ചും കൂടി വ്യത്യാസമുണ്ട്, പിന്നെ ഹൈറ്റിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ വിലയ്ക്കും വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഒരു 5000 രൂപയുടെയാണത്. ഇത് കണ്ടോ. പിന്നെ ഇത് വേറൊരു വെറൈറ്റിയാണത്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് എല്ലാ കടകളിലും ഇത് തന്നെയായിരിക്കും. ക്രിസ്മസിൻ്റെ ഒരു വൈബ്സാണ് എല്ലാവർക്കും. ഹസ്കിൻസിൽ അവർ പുതിയതായിട്ട് പണിയാണെന്ന് തോന്നുന്നേ. അതുകൊണ്ട് അവരുടെ ചെടികളൊക്കെ മാറ്റിയിട്ട് അവർ റീഫർബിഷ് ചെയ്യുവാണ്. നമുക്ക് അടുത്ത വർഷം മിക്കവാറും കുറച്ചും കൂടുതൽ ചെടികൾ കാണാനായിട്ട് സാധിക്കും. ഇതിപ്പം ഒരു 2 വീക്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഓരോ പീസും പോയിട്ടുണ്ടാവും. ഞാൻ ഇന്നലെ ലൈവ് ഇട്ടിട്ട് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഫുള്ള്, പക്ഷേ പോകണ്ടായിരുന്നില്ല. ഇവിടെ റേഞ്ച് കുറവാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും പോവാത്തത്. നമ്മുടെ കമേലിയൊക്കെ അങ്ങനെ നോക്കി നമ്മളെ ചിരിച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത കുറച്ചും കൂടി ക്രിസ്മസ് ട്രീ ഉണ്ട് അവിടെ, അതുകൂടി കാണിക്കാം കേട്ടോ. ഇതൊക്കെ നിങ്ങൾ നേരത്തെ കാണിച്ചതാണ് ഇതെല്ലാവരും. ഇത് അടുത്ത ഒരു സെക്ഷൻ ക്രിസ്മസ് ട്രീ ആണ്. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. ഇതിൻ്റെ ഈ ചുവന്ന പോട്ടിനകത്ത് കുഞ്ഞ് ട്രീസ്. ഇതിന് വിലയും കുറവാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിൻ്റെ വ്യൂ നോക്കിയേ. അങ്ങനെ ആളുകളൊക്കെ ഇത് കാണാനായിട്ട് വന്നിരിക്കുവാണേ. നേരത്തെ കാണിച്ച ബൾബ് പോലത്തെ ആട്ടോ ഇത്. വേറൊരു സെക്ഷൻ ക്രിസ്മസ് ട്രീ. കൂടുതലും ക്രിസ്മസ് ട്രീകളാണ് ഇവിടെ. ക്രിസ്മസ് ട്രീയുടെ ഒരു സമയമാണ്. ഇതും അടുത്തൊരു ക്രിസ്മസ് ട്രീ. ഇതിനൊക്കെ നല്ല കൂടുതലാണ്. കുറച്ചും കൂടി ബ്രാഞ്ചസും ഹൈറ്റും ഒക്കെ കൂടുതലാണ് ഇവിടെ. ആർക്കെങ്കിലും ഫ്രഷ് ക്രിസ്മസ് ട്രീ വേണമെങ്കിൽ ഇവിടെ വന്നോളൂ, വാങ്ങിക്കാം. ഇവിടെ പണി നടക്കുക, അതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ്. ഒരു ടൈപ്പ് ക്രിസ്മസ് ട്രീയും കൂടി ഉണ്ട്, അതും ചുമന്ന പോട്ടിൽ തന്നെ നല്ല ഹൈറ്റുണ്ട്. ഇത് വേറൊരു വെറൈറ്റിയാണത് അല്ലേ, വേറൊരു വെറൈറ്റി. ഇതിനകത്ത് അവർ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നു, ഒരു അട്രാക്ഷൻ നമുക്ക് തോന്നാനായിട്ട്. ഞാനിതിലെ പോയിട്ട് അതിലേ വരാം കേട്ടോ. ഇങ്ങനെ ഒരു വ്യൂ നോക്കിയേ, ബ്യൂട്ടിഫുൾ അല്ലേ. പണ്ടൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ആർട്ടിഫിഷ്യൽ അല്ലേ, ഇപ്പം ഇതും വാങ്ങിക്കാനായിട്ടുള്ളൊരു സൗകര്യമുണ്ട്. അതിൻ്റെ ഗോൾഡൻ കളർ ഡെക്കറേഷൻ. ഈ ഹസ്കിൻസിൻ്റെ അകത്ത് ക്രിസ്മസിൻ്റെ കുറേ ഡെക്കറേഷൻ വന്നിട്ടുണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിലേക്ക് അതെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് നാട്ടിലുള്ളവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു നല്ല കൗതുകമായിരിക്കുമല്ലോ. ഇത് കണ്ടോ, ആ ഒരു റെഡും ഗ്രീനും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. നമ്മൾ ഒരു സാരിയൊക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ, സൂപ്പറല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ട് നമ്മളിന്ന് പതുക്കെ മടങ്ങുവാണ് കേട്ടോ. ക്രിസ്മസ് ട്രീ മാത്രമേ ഞാൻ എടുത്തുള്ളൂ, അതുകൊണ്ട് വേറെ ചെടികളൊന്നും എടുത്തില്ല. അകത്തുള്ള ഡെക്കറേഷൻ ഒരുപാടുണ്ട്. അത് നിങ്ങൾക്കൊരു ലൈവ് ഇട്ട് തരാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കില്ല അതൊക്കെ കാണാനായിട്ട്. ഇതും കൂടി ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചേ. നമ്മുടെ ഈ കിഴങ്ങുകളൊക്കെ ലൈക്ക് ടുലിപ്പ്, ഡാഫഡില്, അതിൻ്റെയൊക്കെ കിഴങ്ങാണല്ലോ നമ്മൾ നടുന്നത്. അതെല്ലാം ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെയാണ് നടുന്നത് കേട്ടോ. അതിൻ്റെ എല്ലാം വെറൈറ്റി ഇവിടെ വന്നിട്ടുണ്ട്. എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഓരോ പൂക്കളുടെ പടങ്ങളും എല്ലാം വെച്ച്
നല്ല ഭംഗിയായിട്ട് അവർ വെച്ചിട്ടുണ്ട്. ടുലിപ്പ് തന്നെ ഒരു കുറേ വെറൈറ്റി ഉണ്ട്. പിന്നെ അതിൻ്റെ വേറെ കുറേ പൂക്കളുണ്ട് ഇവിടെ. ഇതിൻ്റെ പടങ്ങൾ ചേച്ചി കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ എനിക്കൊന്ന് കുറേയൊക്കെ നമ്മളന്ന് വീഡിയോയിലൂടെ കാണിച്ചതാണ്. ഇതെല്ലാം ഈ മാസം അടുത്ത മാസമൊക്കെ ആയിട്ട് വാങ്ങിച്ച് നമ്മൾ നടുവാണെങ്കിൽ ഒരു ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് പുഷ്പങ്ങളായിട്ട് നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് എത്തും. ഇത് കുറച്ചൊക്കെ ക്ലിയറൻസ് സെയിലിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലതിന് വില കുറവുണ്ട്, ചിലതിന് നല്ല വില തന്നെയാണ്. പലതരത്തിലുള്ളത്. ഇത് ബട്ടർഫ്ലൈ ബീസിനൊക്കെ ആകർഷിക്കാൻ പറ്റുന്ന പൂക്കൾ. വേറൊരു ടൈപ്പ്. ഡാഫഡിലിൻ്റെ മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സബോളയൊക്കെ അല്ലേ അതുപോലത്തെയാണ് ശരിക്കും പറഞ്ഞത്. അതിൻ്റെ കിഴങ്ങ് ഉണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കണമെന്നുണ്ട്. ചിലപ്പോൾ വേറെ കടകളിൽ പോവുകയാണെങ്കിലേ കുറച്ചും കൂടി പ്രൈസ് വ്യത്യാസം ഉണ്ടാവുമേ. പിന്നെ ഇതും ഒക്കെ അതിൻ്റെ വേറെ ഏതൊക്കെയോ ചെടികൾ ഇപ്പം നടുന്ന സമയമാണ്. ഇതിൻ്റെ പേരുകളൊക്കെ ചീനയുണ്ടായെങ്കിൽ പെട്ടെന്ന് പിടുത്തം കിട്ടിയാലേ. എനിക്കങ്ങനെ എല്ലാത്തിൻ്റെ ഒന്നും പേരുകൾ പെട്ടെന്ന് നമുക്ക് പറയാൻ കിട്ടില്ല. കാണാനായിട്ട് എന്തായാലും നല്ല ഭംഗിയാണ്. അപ്പോൾ പുറത്തെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.